ഹലോ ഗൈസ്, ഈ മാൻഡ്രാക്ക് തലേന്റെ കോൾ വന്നപ്പോഴേ അറിയായിരുന്നു ഗൾഫിൽ പോയ ഷകിന് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് വന്ന് കവാല അടിച്ചു തിരിക്കും. കണ്ട ജനങ്ങളെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഇവൻ പറയണം നമുക്കൊന്ന് സൺസെറ്റ് കാണാൻ പോയാലോ. ഈ മയണൈസ് തലേനാണ് നമ്മൾ വിളിച്ചതെന്ന് അറിയാന്നുള്ളതുകൊണ്ട് ഒന്ന് പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഈ ആതിരപ്പള്ളിയിൽ നിന്നൊക്കെ വെള്ളം ചാടുന്ന കണക്കാണ് മഴ പെയ്തു തുടങ്ങിയത്. ഇടയിൽ നിന്ന് സൂര്യനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UP നിന്ന് കളഞ്ഞു പോയ ഫോൺ കണ്ടുപിടിക്കുന്ന കണക്കാണ്. മഴ ഒന്ന് തോന്നപ്പോഴത്തേക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് അണ്ട ഒന്ന് എരിഞ്ഞു കയറട്ടെന്ന് പറഞ്ഞ് രണ്ടുമൂന്ന് മുളക് ബജിയൊക്കെ വാരി അലക്കി. ബീച്ചിൽ പോകാനായിട്ട് സോക്സും ഷൂ ഒക്കെ ഇട്ടുകൊണ്ടുവന്ന ഒരു മൗണ്ടൻ റോക്കറ്റിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഈ പശു വൈക്കോലിൽ നിന്നിട്ട് പാടത്തൂടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണ കണക്ക് നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു വിഷമവും. ഇങ്ങനെ ബീച്ചിൽ കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ബ്രിട്ടീഷുകാരെ ഒരു കൊട്ടാരം കണ്ടത്. എനിക്കത് കണ്ടപാടെ ഇടിച്ചു പിടിച്ച് കളയാൻ തോന്നി. പക്ഷെ ഇത് ഉണ്ടാക്കിയ ആൾക്കാർ വെള്ളത്തിൽ മുക്കിയിട്ട് കാളാമുണ്ടത്തിന് ഇടിക്കുമെന്ന് ആലോചിച്ചപ്പോൾ മിണ്ടാതെ അങ്ങ് പോയി. എങ്കിലും പൊത്തൽ കണക്കൊരു സാധനം കണ്ട ഈ പെരിച്ചാഴി തലയിട്ട് നോക്കണമാതിരി ഇത് രണ്ടുകൂടെ അതിന്റെ അകത്തൂടെ നോക്കിക്കൊണ്ടിരിക്കും. ആളെ കുട്ടിയെ കണക്ക് വളർന്നാലും കുട്ടികൾക്ക് ഒരു കുറവില്ല. ഈ കുതിര ഇങ്ങനെ വിഷമിച്ച് നിൽക്കണ കണ്ടിട്ട് ഇതിന്റെ മണ്ടേ കയറി എനിക്കങ്ങ് രക്ഷപ്പെടാൻ തോന്നിയടാ. പക്ഷെ അവിടെ നിന്ന് ആരാ പറഞ്ഞടാ നേരത്തെ ഇത് കണക്ക് രക്ഷപ്പെടാൻ നോക്കിയ ഒരാളെ പിറങ്കാലിനാണ് ഈ കുതിര തൊഴിച്ചെന്നറ. ഞാൻ അവിടെ നിന്ന് കറങ്ങിയപ്പോഴാണ് നമ്മൾ ഈ ഫോർച്യൂണർ മുതലാളിയെ കണ്ടത്. നമുക്ക് എന്താ അങ്ങനെയൊന്നും ഒരു ഐഡിയ തോന്നാത്തത്. അവനെ കണ്ടപാടെ യുമാർ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിയിട്ട് ഇടാ ഇതും എടുത്ത് യൂട്യൂബ് ചാനലിൽ നമുക്കും പൈസ ഉണ്ടാക്കാടാന്നൊക്കെ പറയാനായിട്ട്.